മറ്റുള്ളവരുടെ പേജുകളിൽ ഇതിനേക്കാൾ കൂടുതൽ റേറ്റും നമ്മുടെ പേജിൽ വിലക്കുറവ് ആകുമ്പോഴേക്കും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ, നിങ്ങളുടെ സാധനത്തിന്റെ ക്വാളിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. അത് സത്യത്തിൽ ശരിക്കും സങ്കടം തോന്നിക്കുന്ന ഒന്നാണ്. നമ്മളൊരു സാധനത്തിന് റേറ്റ് ഇടുന്നത് പല മാനദണ്ഡങ്ങളും അനുസരിച്ചിട്ടാണ് കേട്ടോ. നമുക്കത് കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ചിലവ്, നമ്മുടെ കയ്യിൽ എത്ര സ്റ്റാഫ് ഉണ്ട്, അവർക്കുള്ള വരുമാനം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലുള്ള 80% പേരും ബിസിനസ്സിലേക്കാണ് ഇപ്പൊ കടന്നിട്ടുള്ളത്. അവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും, ഒരു മനുഷ്യന് വേണ്ട റേറ്റ് കൂട്ടി വിൽക്കുന്നവരും കൊള്ള ലാഭം വാങ്ങിക്കുന്നവരും ഒക്കെ ഇതിലുണ്ട്. നമ്മളൊരു സാധനം അയച്ചു കൊടുക്കുമ്പോഴേക്കും അവർക്ക് ഡാമേജ് ഇല്ലാത്ത സാധനം എത്തുന്നുണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അത് നമ്മൾ നല്ല രീതിക്ക് മാനേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരാൾക്ക് ചിലപ്പോൾ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവർ എന്തെങ്കിലും സാധനം വാങ്ങിച്ചാൽ തീരുന്ന ഇഷ്യൂ ആണെങ്കിൽ അത് വാങ്ങിക്കോ, അതിന്റെ പൈസ അയച്ചു തരാമെന്ന് വരെ പറയുന്നുണ്ട് കേട്ടോ. കമ്മലിന്റെ ആണി ചളങ്ങിയതിന് 50 രൂപ വരെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ കമ്മലിന് കൂടി പോയാൽ 20 രൂപയോ 30 രൂപയോ ആകും. ഇതിന്റെ ആണെന്ന് പറയുന്നതെന്ന് അറിയാമോ, ലോട്ടസിന്റെ കാര്യമാണെങ്കിൽ 159 രൂപയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ലോട്ടസിന്റെ കാര്യം ആദ്യമേ 159ന്റെ പകുതി തരാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സംസാരിച്ചവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ 50 രൂപ, അതായത് നമ്മൾ അവരിത് തിരിച്ച് നമുക്ക് അയക്കുമ്പോഴേക്ക് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കേണ്ട ഷിപ്പിംഗ് ചാർജ് ആണ് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിരുന്നത് കൊണ്ട് നമ്മുടെ പാക്കിംഗ് ഒക്കെ സെറ്റ് ആയിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മാത്രമല്ല ഇവർ സ്പീഡ് പോസ്റ്റിന് ഒരു സീൽ വെക്കും, അത് നമുക്ക് അറിയില്ലായിരുന്നു. അവർ അത്രയും ഫോഴ്സ് ചെയ്ത് അടിക്കുന്ന സീലാണ്. അപ്പൊ എല്ലാ സാധനങ്ങളും ചളങ്ങി പോകുന്നത് നമ്മൾ പിന്നീടാണ് അറിഞ്ഞത്. പിന്നെ നമ്മൾ നല്ല രീതിക്ക് സേഫ് ആയിട്ടാണ് കേട്ടോ ഇപ്പൊ പൊതിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സാധനങ്ങളുടെ ക്വാളിറ്റി കുറവുകൊണ്ടല്ല കേട്ടോ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെലവും വരവും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ വില എവിടെയാണോ അതിനേലും ഇത്തിരി കൂടെ കുറച്ചു കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഒത്തിരി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ തന്നെയുള്ളതാണ്. സ്മോൾ ബിസിനസ്സുകാരായിരിക്കും കൂടുതൽ ഇങ്ങനെ. സ്മോൾ ബിസിനസ്സുകാരൊക്കെ നമ്മൾ റീച്ച് ആകാൻ വേണ്ടിയിട്ട് ഒത്തിരി പാടുപെടുമ്പോഴേക്കും അവർ മുടക്കിയ പൈസയെങ്കിലും കൈ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അത്ര റേറ്റ് കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നത്. ബിസിനസ് ചെയ്യുന്നതേ നമുക്കൊരു വരുമാനമായിട്ടല്ലേ. അപ്പം ഒട്ടും കുറയാനും പാടില്ല, ഒരുപാട് കൂടാനും പാടില്ല. അങ്ങനെയായിരിക്കും നമ്മുടെ റേറ്റ് വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് തിരക്കാവുന്നതാണ് കേട്ടോ.